ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം മാത്രം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മഹേഷ് ഡോക്ടർ ദേവികയുടെ മൊബൈലിലേക്ക് വിളിക്കാട്ടോ. ദേവിക ഫോൺ എടുക്കുന്നുണ്ട്, പരിചയത്തെ നമ്പറായിട്ട്. ഹലോ, ആരാ എന്ന് ചോദിക്കുമ്പോ ആ എന്റെ പേര് മഹേഷ് എന്നാണ്. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, പക്ഷെ എന്റെ പേര് പറഞ്ഞാൽ അറിയാം. മഹേഷ് ചന്ദ്രൻ, ഡോക്ടർ ഇഷിതയുടെ ഭർത്താവാണ്. ഓ മഹേഷ് ചന്ദ്രൻ, എനിക്ക് മനസ്സിലായി. ഡോക്ടർ ഇഷിത ഭർത്താവല്ലേ? എന്റെ കൊച്ചുമകളുടെ ഓപ്പറേഷനാ ഡോക്ടർ ഇഷിതക്ക് ഫുൾ പിന്തുണ നൽകിയത് മഹേഷ് ചന്ദ്രനാണെന്ന് ഇഷിത പറയാറുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. മഹേഷ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ, ബെറ്റർ ആയിട്ട് വരുന്നു. മഹേഷിനൊന്ന് കൊച്ചുമകളുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം മഹേഷിനൊന്ന് സ്വസ്ഥമായിട്ട് കാണണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോഴാ മഹേഷ് ഡിസ്ചാർജ് ആയി പോയ കാര്യം അറിഞ്ഞത് എന്ന് പറയാണ്. ഇപ്പോ ഡിസ്ചാർജ് ആയി ഡോക്ടർ, ഇനിയിപ്പോ അവിടെ കിടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെ വരാൻ വിചാരിച്ചു എന്ന് പറയണം. ഡോക്ടർക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിൽ എന്നെ കാണാലോ. അല്ല, മഹേഷ് എന്താ പറയണതല്ല, ഡോക്ടർ ഫ്രീ ആണെങ്കിൽ ഇവിടെ ഒന്ന് വരാവോ, നമുക്കൊന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറയാണ്. അപ്പോഴേക്കും ദേവി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാട്ടോ, എന്തിനാണ് എന്നെ കാണുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ട. ആ സമയത്ത് മഹേഷും വിചാരിക്കണ്ടേ, കാണാന്ന് പറഞ്ഞപ്പോ അവരെന്താ മിണ്ടാതിരിക്കണത് എന്ന് മഹേഷും വിചാരിക്കാട്ടോ. എന്താ ഡോക്ടർ, ഡോക്ടറൊന്നും പറഞ്ഞില്ലല്ലോ. അതിനെന്താ മഹേഷ്, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ദേവിക ഫോം വെക്കാണ്. മഹേഷും ഫോം വെക്കണ്ട്. ഡോക്ടർ ദേവിക മനസ്സിൽ വിചാരിക്കണം, ഞാനും മഹേഷ് ചന്ദ്രനായിട്ട് ഒരു ഇടപാടില്ല. ഇടപാട് മുഴുവൻ ഞാനും ഡോക്ടർ ഇഷിതയായിട്ടാണ്. പിന്നെന്താ ഡോക്ടർ ഇഷിതയുടെ ഭർത്താവ് എന്നെ കാണണോന്ന് പറഞ്ഞത്? ഇനി ഇത് വല്ല ട്രാപ്പാണോ? എന്തായാലും ആലോചിച്ചും കണ്ടും ഒരു തീരുമാനം എടുത്തിട്ട് പോയാൽ മതി എന്ന് ഡോക്ടർ ദേവിക മനസ്സിൽ വിചാരിക്കാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ആകാശിനെയാണ്. ആകാശ് രാവിലെ തന്നെ സുമീനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴേക്കും രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓ വന്നു എന്ന രീതിയിൽ എന്താ ചോദിക്കുമ്പോഴേക്കും, അല്ല ആകാശ് എവിടെയും പോവാനിരിക്കുകയാണോ? അതെ, എന്താ? അല്ല എവിടേക്കാ പോണത്? അതിന്റെ ഞാൻ നിന്നോട് പറഞ്ഞത്, നീ പോകാനുള്ള സ്ഥലമൊക്കെ നീ എന്നോട് പറയാറുണ്ടോ? എന്താ ആകാശ്, ആകാശ് ഇങ്ങനെ പറഞ്ഞത്? ഞാൻ പോകാനുള്ള സ്ഥലമൊക്കെ ഞാൻ ആകാശിനോട് പറയാറില്ലേ? എപ്പ പറഞ്ഞോടി? പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന്, അതല്ലേ നിന്റെ സ്വഭാവം. ആകാശ് അങ്ങനെയൊന്നും പറയല്ലേ. ഞാനതിന് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ മോൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. മഹേഷിനും ഇഷിതിനും രണ്ടു വഴിക്കാക്കാനാ ഞാൻ എല്ലാം ചെയ്യുന്നത്, എന്റെ മോളെ കിട്ടാൻ വേണ്ടി. അല്ലാതെ ആകാശ് വിചാരിക്കുന്ന പോലെ ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ നിന്നെ ഞാൻ വിശ്വസിക്കുന്നു അല്ലെ? വായു തുറന്നാൽ ഫുൾ നുണ മാത്രമേ നീ പറയാറുള്ളൂ. ഇല്ല ആകാശ്, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ ഒരു നുണയും ആകാശിനോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് തന്നെയാ സത്യം. മഹേഷിനും ഇഷിതിനും രണ്ടു വഴിക്കാക്കാൻ വേണ്ടിട്ട് ഞാൻ പലതും ചെയ്യുന്നത്. അത് ആകാശ് തെറ്റിദ്ധരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ നീ എന്തിനാ വന്നത്? ആകാശ്, ഇന്നലെ നടന്ന സംഭവത്തിൽ ആദിക്ക് നല്ല പശ്ചാത്താപമുണ്ട്. അവൻ ആകാശിന്റെ അടുത്ത് സോറി പറയാൻ തയ്യാറാണ്. അങ്ങനെ സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാടി നിന്റെ മോൻ ഉണ്ടാക്കി വെച്ചിരിക്കണത്. എന്റെ മുഖത്ത് നോക്കി ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം അവൻ എന്നെ പോടാന്ന് വിളിച്ചത്. ഇത് ഞാൻ ക്ഷമിക്കില്ല ആകാശ്. അവനൊരു കൊച്ചു കുട്ടിയല്ലേ. നോക്ക്, അവനെ വെറുതെ പിണക്കണ്ട ആകാശ്. അവൻ ഇവിടെ നിന്നെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കാണ് അതിന്റെ ഒരു വിഷമം എന്ന് പറയുമ്പോ, അതെ, നിനക്ക് തന്നെയാ വിഷമം. കാരണം അവനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിന്റെ ഉദ്ദേശം നടക്കില്ലല്ലോ. മഹേഷിന്റെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലൊക്കെ നുഴഞ്ഞു കയറാൻ വേണ്ടി അവനെ ഉപയോഗിക്കല്ലേ നീ. ആകാശ് ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല ആകാശ്. ആകാശിന്റെയും അവന്റെ പിണക്കം ഒന്ന് മാറ്റണം, അതിനു വേണ്ട ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അവൻ സോറി പറയും. നിന്റെ മോൻ സോറി പറയോ എന്നോടോ? പറയും. ശരി, അങ്ങനെ വെറുതെ സോറി പറഞ്ഞാ പോരല്ലോ, എന്റെ കാലിൽ വീണ് സോറി പറയണം. എന്താ അവനത് ചെയ്യും ആകാശ്, ചെയ്യും. ഞാൻ പറയാ അവനെ. എന്നാ വിളിക്കും നിന്റെ മോനെ. ആദി, മോനെ ആദി. എന്താ മമ്മി, ഇങ്ങോട്ട് വന്നേ. ശരി മമ്മി, ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ആദി മുകളിൽ നിന്ന് താഴേക്ക് വരും കേട്ടോ. എന്താ മമ്മിന്ന് ചോദിക്കുമ്പോ, അതെ മോനെ, ഇന്നലെ നടന്ന സംഭവത്തിനേക്ക് മോൻ ആകാശങ്ങളോട് സോറി പറ. ഇന്നലെ എന്ത് നടന്നു? അല്ല, ഇന്നലെ മോൻ ആകാശങ്ങളായിട്ട് പ്രശ്നം ഉണ്ടായില്ലേ? അതിന് ഞാൻ എന്തിനാ സോറി പറയണത്? ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, ഉള്ള കാര്യമല്ലേ പറഞ്ഞോളൂ. കണ്ടോ നിന്റെ മോന്റെ അഹങ്കാരം കണ്ടോ? നീ എന്നാലും ആകാശങ്ങളോട് പോടാന്ന് വിളിച്ചത് തെറ്റല്ലേ മോനെ? അതിന് സോറി പറയാനാ ഞാൻ പറഞ്ഞത്. അതിനെനിക്ക് സോറി പറയേണ്ട ഒരു കാര്യമില്ല. കണ്ടോ, ഇവൻ ഇപ്പോഴും ചെയ്ത തെറ്റ് സമ്മതിക്കുന്നില്ല. കണ്ടോ രചന, നിന്റെ മോനെ ചെയ്ത തെറ്റ് സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും, ആദി എന്താ ആദി ഇങ്ങനെ, നീ എന്തിനാ മമ്മീനെ ഇങ്ങനെ വിഷമിപ്പിക്കണത്? സോറി പറയാതി എന്ന് പറയുമ്പോഴേക്കും, നീ തെറ്റൊന്നും ചെയ്തില്ലല്ലേടാ എന്ന് ആകാശ് ചോദിക്കാണ്. നീ എന്റെ മുഖത്ത് നോക്കി പോടാന്ന് വിളിച്ചില്ലേ? അത് ഞാൻ എന്തിനാ വിളിച്ചത്? എന്റെ മമ്മീനെ അടിക്കണോന്ന് പറഞ്ഞതിനല്ലേ ഞാൻ നിങ്ങളെ പോടാന്ന് വിളിച്ചത്. നിങ്ങൾക്ക് ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അമ്മേനെ വേറൊരാൾ വന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി അടിക്കടാ എന്ന് പറഞ്ഞാ നിങ്ങൾ എന്താ മറുപടി പറയാ? അതുപോലത്തെ മറുപടിയല്ലേ ഞാനും പറഞ്ഞോളൂ. എടാ അഹങ്കാരി എന്ന് പറഞ്ഞിട്ട് ആകാശ് ആദിനെ പിടിക്കാൻ വേണ്ടി ദ്രോഹിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ ഓങ്ങുവാട്ടോ. ആ സമയത്ത് രചന പിടിച്ചു മാറ്റുന്നുണ്ട്. രണ്ടുപേരും പിടിച്ചു മാറ്റുന്നുണ്ട്. രണ്ടുപേരും ഒന്ന് നിർത്ത്, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്, എനിക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞ് രചന കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോവാട്ടോ. രചന പോയി കഴിയുമ്പോഴേക്കും ആദ്യന്റെ അടുത്തേക്ക് ആകാശ് വരുന്നുണ്ട്. എടാ,
നിന്നെ ഞാൻ തോൽപ്പിക്കാൻ നിൽക്കുന്നില്ല. ആദ്യം പറയുന്നുണ്ട്, എന്നെ തോൽപ്പിക്കാൻ നിന്നാലേ അങ്കിള് തോറ്റുപോകും. എന്റെ നേരെ കൈ ഓങ്ങിയ എന്ത് സംഭവിക്കുന്നു അങ്കിളിന് നന്നായിട്ട് അറിയാലോ. എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. അതേടാ, ശരിയാ, നിന്നെ ചോദിക്കാനും പറഞ്ഞ ആളുണ്ട്. പക്ഷെ ചോദിക്കാനും പറയാൻ പറ്റാത്ത ഒരാള് എന്റെ കൂടെയുണ്ട്. ആരാ? രചന, നിന്റെ മമ്മി. ഇനി ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ ചെയ്തതിനെയൊക്കെ ദ്രോഹം അനുഭവിക്കാൻ പോണത് അവളാ. അവൾ എന്റെ കൂടെ ഇറങ്ങി വന്നത് എന്തിനാന്ന് നിനക്കറിയാവൂടാ? എന്റെ കൈ കൊണ്ട് ചാവാനായിട്ട്. നീ നോക്കിക്കോടാ, എന്റെ ഈ കൈ കൊണ്ടായിരിക്കും അവളുടെ മരണം. അത് നീ കൺമുമ്പിൽ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോകാട്ടോ. ആദിക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ്. മഹേഷിനെ കാണാൻ വേണ്ടി സാന്ദ്ര വന്നിരിക്കാട്ടോ. സാന്ദ്ര പറയുന്നുണ്ട്, സാന്ദ്ര ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ടല്ല, ആക്സിഡന്റ് നടന്ന സമയത്തുള്ള ആ ഒരു നമ്പറും ഫ്ലാറ്റിൽ വന്നുപോയി തലേദിവസം വന്നുപോയ ആ നമ്പറും ഒന്ന് തന്നെയാണല്ലോ അല്ലെ? ഒന്ന് തന്നെയാണ് മഹേഷ് എന്ന് സാന്ദ്ര പറയാണ്. ആ നമ്പറിൽ നിന്ന് ആകാശിന്റെ മൊബൈലിലേക്ക് കോള് പോയിട്ടുണ്ടോ എന്ന് സാന്ദ്ര അടുത്ത് മഹേഷ് ചോദിക്കുമ്പോഴേക്കും ഇല്ല, ആകാശിന്റെ നമ്പറിലേക്ക് ആ നമ്പറിൽ നിന്ന് ഒരു പ്രാവശ്യം പോലും കോള് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ മഹേഷ് കണ്ടോ, എങ്കിൽ ആകാശ് വേറൊരു മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ എന്നൊക്കെ പറയാണ്. അതിനുശേഷം സാന്ദ്ര ചോദിക്കേണ്ട, അല്ല സാന്ദ്ര, ആ കൊലയാളിയുടെ ആ ഗുണ്ടയുടെ ആ ഫോട്ടോ എനിക്കൊന്ന് കാണിച്ചു തരാവോ എന്ന് ചോദിക്കുകയാണ്. സാന്ദ്ര ആ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് രചന അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ആ മഹേഷ്, ആ രചന, താൻ എത്തിയോ? ആ മഹേഷ്, വെറുതെ ഇവിടെ വന്നപ്പോ കേറാന്ന് വെച്ച് കേറിയതാണ്. ആ സാന്ദ്ര, ഇത് രചന എന്ന് പറഞ്ഞു കൊടുക്കാണ്. ആ രചന, ഇത് സാന്ദ്ര, എന്റെ ഫ്രണ്ടാ, ഇവിടുത്തെ സി ആണ് എന്ന് പറയുമ്പോഴേക്കും നമസ്കാരം മേഡം എന്ന് പറയാണ്. അതെ രചന, ഈ ഗുണ്ടേന രചനക്ക് കണ്ടുവരെ പരിചയമുണ്ടോ? ആകാശ് ഇങ്ങനത്തെ ഗുണ്ടെടുത്ത് വല്ല ഇടപാടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ഗുണ്ടേന ആകാശിന്റെ കൂടെ കണ്ടതായിട്ട് പരിചയമൊന്നും തോന്നുന്നില്ല മഹേഷ് എന്ന് പറയാണ്. അപ്പോഴേക്കും സാന്ദ്ര പറഞ്ഞിട്ട് ശരിയെങ്കിൽ ഞാൻ വരാം മഹേഷ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് സാന്ദ്ര പോവാട്ടോ. സാന്ദ്ര പോയി കഴിയുമ്പോഴേക്കും രചന വേഗം ആ സീറ്റിൽ വന്നിരിക്കുകയാണ്. മഹേഷിനോട് പറയണ്ട്, അതെ ഗുണ്ടേനെ അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് നടക്കണ്ട കേട്ടോ. അതെന്താ രചന നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ആകാശ് ഒരു ഗുണ്ടേനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കേരളത്തിൽ നിന്നായിരിക്കില്ല, കേരളത്തിന് പുറത്തുനിന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അന്വേഷണം കേരളത്തിന് പുറത്ത് വേണ്ടി വരും എന്ന് പറയാണ്. ആകാശിന്റെ സ്വഭാവം മഹേഷിന് അറിയാലോ. എന്തിന് തെറ്റ് ചെയ്തെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും അടച്ചിട്ടേ ആകാശ് തെറ്റുകൾ ചെയ്യുള്ളൂ. മാത്രമല്ല കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ആകാശിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. മിനിസ്റ്റർ വരെ പിടിപാടുള്ള ആളാണ് ആകാശ്. അതുകൊണ്ടാണല്ലോ വിനോദ് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. വിനോദ് ഇപ്പോഴും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ജയിലിൽ കിടക്കാൻ കാരണം ആകാശിന് പല പിടിപാടും ഉള്ളത് കൊണ്ടാണ് എന്ന് രചന പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിർത്തടി, എന്റെ മോനെ കുറിച്ച് പറയാൻ നിനക്ക് എന്ത് അവകാശമാണ് ഉള്ളത്? വിനോദ് ജയിലിൽ കിടക്കാൻ കാരണം ആകാശാണെന്ന്. ഇനി വിനോദ് ജയിലിൽ കിടക്കാൻ ആകാശ് നീയും നിന്റെ മറ്റവനും ആടി അന്ന് എന്റെ വിനോദിനെ നിങ്ങൾ ജയിലിൽ കിടത്തിയില്ലേ, അതും പെണ്ണ് കേസിനായിട്ട്. എന്നിട്ട് അവൾ ഇപ്പൊ വന്നിരിക്കുന്നു പശ്ചാത്താപമായിട്ട്. ഇറങ്ങിപ്പോടി, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോ കണ്ടില്ലേ മഹേഷ്, മഹേഷിന്റെ അമ്മ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത് കണ്ടില്ലേ മഹേഷ് എന്ന് രചന പറയുമ്പോഴേക്കും അനാവശ്യം പറയാ മഹേഷ് എന്നൊക്കെ രചന പറയാട്ടോ. അപ്പോഴേക്കും സ്വപ്നവലി പറഞ്ഞു, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ പറയണത് കേട്ടിട്ട് അനാവശ്യമൊന്നോ, അങ്ങനെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറയാണ്. അപ്പോഴേക്കും രചന പറഞ്ഞിട്ട്, മഹേഷ് ഇതൊന്നും കേട്ടിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. മഹേഷ് എന്താ ഇതിനെ മറുപടി പറയാത്തത് എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവലി പറയണ്ട്, അവൻ പറയില്ല. കാരണം ബന്ധുപേക്ഷിച്ച് നിന്നിവിടെ വിളിച്ചു വരുത്തിയപ്പോ തന്നെ അവന്റെ വായടഞ്ഞു. അതുകൊണ്ട് അവൻ മറുപടി ഒന്നും പറയില്ല, ഇറങ്ങി പോടി ഇവിടെന്ന് എന്ന് പറയാണ്. അങ്ങനെ രചന അവിടെ നിന്ന് ഇറങ്ങുന്നു കേട്ടോ. മഹേഷിനോട് സ്വപ്നവലി പറയുന്നുണ്ട്, നിനക്ക് എന്താടാ മോനെ പറ്റിയത്? ഫസ്റ്റ് ഒരുത്തി വന്നു ഇറങ്ങിപ്പോയി, രണ്ടാമത് നിന്റെ ഭാര്യ വന്നിരിക്കുന്നു. നിനക്ക് എന്താണ്? ഇനി മൂന്നാമത് വേറെ ആരെങ്കിലൊക്കെ വരുമെങ്കിൽ ഈ സ്വപ്നവലിയുടെ തനി സ്വഭാവം അവര് അറിയും, ഈ സ്വപ്നവലിയുടെ കൈയിന്റെ ചൂട് അവര് ശരിക്കും അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവലി അവിടെ നിന്ന് പോവാട്ടോ. മഹേഷിനെ ചിരി വരുവാണ്. ശേഷം രചന അവിടെ നിന്ന് പോണ സമയത്ത് രാമനാഥൻ അവിടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. രാമനാഥനെ കാണാതെ രചന പോകാന്ന് വിചാരിക്കുമ്പോഴേക്കും രാമനാഥൻ രചനനെ വിളിക്കുന്നുണ്ട്. രചന അവിടെ നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ അച്ഛാ? നിന്നെ മോളെ പോലെ സ്നേഹിച്ച ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. മോളെ എന്ന് ഞാൻ നിന്നെ വിളിച്ചിട്ടുള്ളൂ. പല ഉപദേശങ്ങളായിട്ട് ഞാൻ നിന്റെ അടുത്ത് വന്നപ്പോഴേക്കോ ഒരു കിളവന്റെ ഉപദേശമായിട്ട് നീ അതൊക്കെ കേട്ടിട്ടുള്ളൂ. ഒരു ഉപദേശം പോലും നീ കൈക്കൊണ്ടിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് ആ സമയത്തും പണവും സ്വർണവും പൊന്നിനോട് മാത്രമായിരുന്നു ആഗ്രഹം, പണത്തിനോട് മാത്രം ആക്രാന്തമായിരുന്നു നിനക്ക്. അന്ന് നിനക്ക് എന്റെ മോനെ വേണ്ടായിരുന്നു. നിനക്ക് ഇവിടെ വരാം നിന്റെ മോളെ കാണാൻ വേണ്ടി. നീയും മഹേഷും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിനക്ക് കാണാം നിന്റെ മോളെ മാത്രം. അതുപോലെ തന്നെ മഹേഷിനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. മഹേഷിനെ കാണാം നിന്റെ മോനെ മാത്രം. അതായത് മക്കള് തമ്മിലേ ബന്ധമുള്ളൂ. നിങ്ങൾക്ക് പരസ്പരം കാണാൻ ഒരു അവകാശവും ഇല്ല. കാരണം നീ പൊരുത്തന്റെ കൂടെ മഹേഷ് ആണെങ്കിൽ വേറൊരു പെണ്ണിനെ വിവാഹവും കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ മക്കളെ കാണാൻ കോടതി അനുവദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. അല്ലാതെ ഒരു ബന്ധവും വെച്ചു പുലർത്താൻ വേണ്ടി രചന ഇങ്ങോട്ടേക്ക് വരണ്ട. എനിക്കറിയാം രചനയ്ക്ക് ഇപ്പൊ കുറ്റബോധമുണ്ട് മഹേഷിനെ ഉപേക്ഷിച്ചതിൽ. ആ കുറ്റബോധം മനസ്സിൽ വേണ്ട. മര്യാദക്ക്
രചന ഇനി മേലാൽ ഇങ്ങോട്ട് വരരുത്. രചന ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. രചന പറയുന്നുണ്ട്, അച്ഛ എനിക്ക് മഹേഷിനെ ഉപേക്ഷിച്ചതിൽ വല്ലാത്ത കുറ്റബോധം ഇപ്പുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ മഹേഷിന്റെ ജീവിതത്തിൽ കയറാനോ മഹേഷിന്റെ ജീവിതം തകടുപൊടി ആക്കാനോ ഒന്നും അല്ല ഞാൻ വന്നത്. വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്കിലും ആവാലോ അച്ഛ. വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ തമ്മിൽ രണ്ട് വഴിക്കായതാണ്, കോടതി അനുവദിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു കാണലോ പറച്ചിലോ ഒന്നും വേണ്ട, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രചനൻ അവിടെ നിന്ന് പോവാൻ വേണ്ടി പറയാണ് രാമനാഥൻ. ശേഷം മഹേഷിന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. രാമനാഥൻ ചിരിച്ചോണ്ട് വരുവാണ്. മഹേഷ് ചോദിക്കണ്ട, എന്താച്ചാ അച്ഛനെ ഭയങ്കര സന്തോഷമാണല്ലോ. അതെ, രചന എടുത്ത് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു. അവള് പൊട്ടിക്കരഞ്ഞില്ലെന്നേ ഉള്ളൂ, അതേ നിൽപ്പ് അങ്ങനെ തന്നെ നിൽപ്പുണ്ട് എന്ന് രാമനാഥൻ പറയാണ്. അങ്ങനെ രചന ആകെ വിഷമിച്ച് അവിടെ തന്നെ നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഡോക്ടർ ദേവിക മഹേഷിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. മഹേഷ് ഇങ്ങനെ ദേവിക അടുത്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇഷിതക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഡോക്ടർ ഒന്നും കൂടി ഒന്ന് പരിശോധിക്കണം, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കണം, ഞങ്ങളൊരു കുട്ടീനെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടേ, ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അതങ്ങനെ മഹേഷ് ഇങ്ങനെ നല്ല സ്നേഹത്തിൽ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു കുറ്റബോധം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഡോക്ടർ ദേവിക പൊട്ടിക്കരയാണ്. എന്തിനാ ഡോക്ടർ നിങ്ങൾ കരയണം ചോദിക്കുമ്പോൾ രണ്ട് കൈയും കൂപ്പി ഡോക്ടർ ദേവിക സത്യങ്ങളൊക്കെ പറയാണ്. ഡോക്ടർ ഇഷിതക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് ഒരു പ്രശ്നമില്ല, ഞാനന്ന് കള്ളം പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാട്ടോ. മഹേഷിന്റെ സമനില തെറ്റാണ്, ഇറങ്ങിപ്പോ ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുമ്പോഴേക്കും സ്വപ്നവല്ലി രാമനാഥൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മേ, അച്ഛ, ദേ ഇവരെ പിടിച്ച് പുറത്താക്ക്, അല്ലെങ്കിൽ സമനില തെറ്റി ഞാൻ ഇവരെന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. പ്രൊമോൺ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.